നമസ്കാരം. പറഞ്ഞതിലും നേരത്തെ എത്തിയ കാലവർഷ താണ്ഡവം കണ്ടു വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരള ജനത. ശക്തമായ കാറ്റും മഴയും മൂലം സംസ്ഥാനത്തുടനീളം വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. രൂക്ഷമായ മഴക്കെടുതിയിൽ ഇന്ന് മാത്രം 7 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 27ആയി ഉയരുകയും ചെയ്തു. നിരവധി വീടുകൾ തകർന്നു. റോഡ്, റെയിൽ ഗതാഗതവും എല്ലാം താറുമാറായ നിലയിലാണ്. KSEBക്ക് കോടികളുടെ നഷ്ടം ഉണ്ടായി എന്നാണ് വിവരങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതി തുടരുകയാണ്. ഇന്ന് മാത്രം 3 പേരെ കാണാതായി. 8 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ 2000-ലേറെ പേർ ക്യാമ്പുകളിലേക്ക് മാറി. 200-ലേറെ വീടുകൾ തകർന്നു. റോഡ്, റെയിൽ ഗതാഗതം അലങ്കോലമായി. നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണ്. ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഉണ്ടായി. കോട്ടയം കൊല്ലാടിന് സമീപം മീൻ പിടിക്കുന്നതിനിടെ വള്ളം മുങ്ങി 2 പേർ മരിച്ചു. പാറയ്ക്കൽക്കടവ് സ്വദേശികളായ ജോബി, പോളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത്. വിഴിഞ്ഞത്ത് ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. കനത്ത മഴയിൽ നനയാതിരിക്കാൻ മുനമ്പത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം നിന്ന യുവതിയുടെ തലയിൽ കാറ്റിനെ തുടർന്ന് ഇഷ്ടിക വീണു. പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ യുവതി ഇന്ന് രാവിലെ മരിച്ചു. എറണാകുളം വടക്കേക്കര സ്വദേശിനി ആര്യ ശ്യാമോഹനാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ഇടുക്കി അടിമാലിയിൽ മഴയെ തുടർന്നുണ്ടായ അപകടത്തിൽ പാറത്തോട് പുത്തൻപറമ്പിൽ ബാബു മരിച്ചു. കാസർഗോഡ് കോട്ടിക്കുളം സ്വദേശി സാദിഖ് മഴയെ തുടർന്ന് നിറഞ്ഞ തോട്ടിൽ വീണ് മരിച്ചു. തോടിന്റെ കരയിലൂടെ നടക്കുന്നതിനിടെ കാൽ വഴുതി വീഴുകയായിരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് കണ്ണൂർ, പൂഴാതി, താവക്കര എന്നിവിടങ്ങളിൽ നിന്ന് ഡിങ്കി ബോട്ടിൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ദുരിതമുണ്ടായി. ശക്തമായ കാറ്റിലും മഴയിലും പലയിടങ്ങളിലും വീടുകൾ തകർന്നു. കനത്ത വെള്ളക്കെട്ടിനെ തുടർന്ന് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടായി. നെടുമ്പ്രം അന്തിച്ചന്ത മുതൽ ആശുപത്രി പടി വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് ഗതാഗത തടസ്സത്തിന് ഇടയാക്കിയത്. കണ്ണൂർ രാമന്താളി പാലക്കോട് വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു.